ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ സദഖല്ലാഹു മൗലാനൽ കരീം. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൽ പരിശുദ്ധ റമദാനിൻ്റെ ശ്രേഷ്ഠമായ ഈ സമയത്ത്, ആദ്യത്തെ വെള്ളിയാഴ്ച പുണ്യമായ സമയം, അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഇത്തിക്കാഫിന് നെയ്യത്തോടുകൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാം ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പുണ്യമായ മാസത്തിൻ്റെ, ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും വിടപറഞ്ഞു പോയ, നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, സഹപാഠികൾ, അവരുടെയൊക്കെ ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. നരകശിക്ഷയെ തൊട്ടും ഖബർ ശിക്ഷയെ തൊട്ടും അവരെയും നമ്മയും ഒക്കെ റബ്ബ് തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, സുദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. പക്ഷെ ഗൗരവതരമായ ഒരു വിഷയം ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാനവ ചെയ്യുന്നത്. ഇന്ന് ഓതിയ ആയത്ത് ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് ഈ മാസം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ റമദാനിലെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കണം എന്നതാണ് നമ്മളോട് ഗൗരവത്തോടു കൂടെ ഇന്ന് ഖുതുബയിൽ നമ്മോട് മുന്നറിയിപ്പ് നൽകിയ, നമുക്ക് ബോധനം നൽകിയിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത്. ആ ഖുർആൻ ആകട്ടെ ഹുദൽ ലിന്നാസ്. ഇതിൽ ഓരോ വാക്കും വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്, സമയം വളരെ കുറവാണ്. ഒന്നാമതായി ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊന്നുണ്ടല്ലോ, അത് തെറ്റല്ലേ? ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇരിക്കണ മുസാഫല്ലേ? അത് റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്തു എന്നാ? അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ലോക അബദ്ധമാണല്ലോ ആ പറയുന്നത്. ഈ ഖുർആൻ അല്ലല്ലോ അത്. ഈ കടലാസിൽ എഴുതപ്പെട്ട മാബൈന് ദഫത്തൈൻ, ഈ രണ്ട് ചട്ടകൾക്കിടയിലുള്ള ഇതിനല്ല ഈ പറയുന്ന ഖുർആൻ എന്ന് പറയുന്നത്. ആർക്ക് ഇറക്കി കൊടുത്തു, എങ്ങനെ ഇറക്കി കൊടുത്തു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു തആല പറയുന്നത് നസല ബിഹി റൂഹുൽ അമീൻ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനുമായി ഇറങ്ങി. ഇത് ഖുർആനാട്ടോ, എൻ്റെ ഒന്നും അതിലില്ല. ഖുർആനുമായിട്ട് ജിബ്രീൽ ഇറങ്ങി. എവിടെയാ ഖുർആൻ ഇറക്കി കൊടുത്ത്? അല കൽബിക്ക, നബിയെ നിങ്ങളുടെ മനസ്സിൽ. റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഇറക്കപ്പെട്ട ആ സാധനത്തെ പറ്റിയാണ് ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞ ആ ഖുർആൻ എന്ന് പറയുന്നത്. എന്തിനാണ് നബിന്റെ മനസ്സിൽ ഇറക്കി കൊടുത്തത്? ലിതകൂന മിനൽ മുൻദിരീന. നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു തആല ഖുർആൻ ഇറക്കി തന്നത് നിങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് എന്നാ ഖുർആൻ പറയുന്നത്. അപ്പൊ മുന്നറിയിപ്പ് നൽകേണ്ടത് ആരാണ്? റസൂലുള്ളാഹിയാണ്. ഖുർആൻ ഇറക്കി കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? റസൂലുള്ളാഹിക്കാണ്. ആ ഖുർആനിനെ പറ്റി ഖുർആൻ പറയുന്നിടത്ത് പലയിടത്തും കാണാൻ നസല ബിഹി വ അൻസൽനാ ഇലൈക. വേറൊരായത്തും കൂടി പറയട്ടെ, വ അൻസൽനാ ഇലൈക, നബിയെ നിങ്ങൾക്ക് നമ്മൾ ഖുർആൻ ഇറക്കി തന്നു. റസൂലുള്ളാഹിക്ക് മാത്രം ഇലൈക, നിങ്ങൾക്ക് ഖുർആൻ ഇറക്കി തന്നു. എന്തിന്? ലിതുഖ്രിജന്നാസ, നിങ്ങൾ ജനങ്ങളെ പുറപ്പെടുവിക്കാൻ വേണ്ടി മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് എന്നാ ഖുർആൻ പറഞ്ഞത്. മനസ്സിലാകണ്ട പറഞ്ഞ് അല്ലേ? അപ്പൊ ഖുർആൻ അല്ല ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ആൾ ആരാണ്? അത് റസൂലുള്ളാഹിയാണ്. പക്ഷെ ഇപ്പൊ വഹാബികളും മറ്റൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് സമസ്തക്കാർ മൗലവിമാർ ഇപ്പൊ പ്രസംഗിക്കൽ എന്താ? റസൂലുള്ളാഹിക്ക് അതിൽ യാതൊരു കാര്യമില്ല. ഇപ്പൊ എന്താണല്ലോ, ഒരു ഖുർആൻ പരിഭാഷ ഉണ്ടായാൽ മതി. ഞാൻ മിനിയാന്ന് ഒരു ദിക്റിനൊരു പള്ളിയിൽ കൂടിയിരുന്നു, എൻ്റെ മൂത്തുമ്മ മരിച്ചോടത്തെ ദിക്റിന്. അവിടെ ചെന്നപ്പോൾ ഇരിക്കണ ആ മുമ്പിൽ തന്നെ അടുക്കി വെച്ചിരിക്കുന്ന ഖുർആൻ പരിഭാഷകളാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഖുർആൻ പരിഭാഷ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഖുർആൻ പരിഭാഷ വായിക്കൂല നോക്കൂല എന്നുള്ള വാശി കൊണ്ട് പറയില്ല. ഖുർആൻ പരിഭാഷ മൗദൂദിന്റെ ഖുർആൻ പരിഭാഷ എൻ്റെ കയ്യിലുണ്ട്. ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദിന്റെ ഖുർആൻ പരിഭാഷ എൻ്റെ വീട്ടിലുണ്ട്. KV കോറ്റനാടിന്റെ ഖുർആൻ പരിഭാഷ എൻ്റെ വീട്ടിലുണ്ട്. ഞാനത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാസംഗിക എഴുത്തുകാരൻ, അതൊക്കെ വിമർശിക്കേണ്ടി വരും. അപ്പൊ അതിലെന്താ ഉള്ളതെന്ന് അറിയാതെ അതിനെ വിമർശിക്കാനൊന്നും പറ്റൂല. ഞാൻ പറയാം. അപ്പൊ ഖുർആൻ പരിഭാഷയാണ് ഇപ്പൊ ആകെ കൂടിയിട്ട് ആളുകൾക്ക്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ പരിഭാഷ. എൻ്റെ വീട്ടിന്റെ അടുത്തൊരു ജമാഅത്തുകാരത്തി സ്ത്രീ ഉണ്ട്, ഭർത്താവ് മരിച്ചൊരു സ്ത്രീ. അത് രാവിലെ എണിച്ചാല് ഖുർആൻ പരിഭാഷ ഇരുന്ന് ഇങ്ങനെ വായിക്കുന്നതാണ്. ഖുർആനോദനാണ്. നമ്മളെ ഖുർആനോദനത്തിന് പകരം ആ താത്ത വായിക്കണം എന്താ? ഖുർആൻ പരിഭാഷ ഇരുന്ന് ഇങ്ങനെ വായിക്കും. ജമാഅത്തുകാരാണ്, ജമാഅത്തുകാരത്തിയാണ്, പള്ളിയിൽ നിസ്കരിക്കാൻ പോണ താത്തയാണ്. അപ്പൊ അതിന്റെ വിചാരത്ത് വായിച്ച വലിയ പൊലിവാണ്, പോലീസാണ്, സ്വർഗം കിട്ടാൻ അതിന്റെ അപ്പറഞ്ഞൊന്നും വേണ്ടാന്ന്. അപ്പൊ ഇതല്ല ഖുർആൻ. ആദ്യത്തെ നമ്മ പഠിക്കേണ്ടത്. ഈ പറയുന്ന പരിഭാഷകളൊന്നും ഖുർആനല്ല.
ഖുർആൻ എന്ന് പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത അതിനെ പറ്റിയാണ് ഖുർആൻ എന്ന് പറയുന്നത്. പിന്നെയോ ഈ ഖുർആൻ നമ്മൾ ഇന്ന് പറയുന്ന ഖുർആനിനെ പറ്റി അള്ളാഹ് ഖുർആനിലൂടെ തന്നെ പറഞ്ഞ എന്താ? റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്ത റസൂലുള്ളാഹിയിലൂടെ കിട്ടുന്ന ഖുർആൻ ഹുദൽ ലിന്നാസ്, അത് മനുഷ്യന്മാർക്ക് മാർഗദർശനമാണ്, സത്യവും അസത്യവും വേർതിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഖുർആൻ കിട്ടിയാലോ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ യുളില്ലു ബിഹി കസീറ, ഒരുപാട് ആളുകൾ ഖുർആൻ കൊണ്ട് പഴയ്ക്കും. വയഹ്ദി ബിഹി കസീറ, കുറച്ച് ആൾക്കാർ ഖുർആൻ കൊണ്ട് നന്നാവും ചെയ്യും. അപ്പൊ ആരാണ് ഈ ഖുർആൻ കൊണ്ട് പഴിക്കുന്നവര്? ഖുർആനാണ് ഹുദയെങ്കിൽ പിന്നെന്തില്ല? ഖുർആൻ സ്വന്തം നിലയ്ക്ക് ഹുദയാണെങ്കിൽ ഖുർആൻ കൊണ്ട് ആള് പഴിക്കൂല. പഴിക്കോ? അതില്ലല്ലോ. അപ്പൊ ഖുർആൻ സ്വന്തം നിലയ്ക്കല്ല ഹുദ, അത് റസൂലുള്ളാഹി തങ്ങളിലൂടെ നമുക്ക് കിട്ടുമ്പോഴാണ്, റസൂലുള്ളാഹിന്റെ വിശദീകരണം അതിന് വരുമ്പോഴാണ് ഖുർആൻ ഖുർആനാകുന്നത്. അല്ലെങ്കിൽ ആ ഖുർആൻ മനുഷ്യനെ പഴപ്പിക്കുന്ന അർത്ഥങ്ങളും വാക്കുകളും തമ്മിൽ അങ്ങനെ കൂടിപ്പോയാൽ അത് വളരെ പഴവിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആൻ. അത് ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഖുർആനെ പറ്റിയല്ല ആ പറയുന്നത്, ഈ പരിഭാഷയൊട്ട് ആ ഖുർആനുമല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല നബിക്ക് ഇറക്കി കൊടുത്ത ഖുർആനിനെ പറ്റി പറയുന്നത് എന്താ? മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഅ. അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്ത ഖുർആനിൽ ഒരൊറ്റ കാര്യം വിട്ടുപോയിട്ടില്ല. പറയേണ്ടതൊക്കെ, ആ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ളുഹർ എത്ര റക്അത്താണ് ആർക്ക് ഇറക്കി കൊടുത്ത ഖുർആനിലുണ്ട്? റസൂലുള്ളാഹിക്ക് കിട്ടിയ ഖുർആനിലുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള ളുഹർ 4 റക്അത്ത് നിസ്കരിച്ചത്. ഞാൻ പറയുന്നതല്ല, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു വമാ യൻതിഖു അനിൽ ഹവാ, നബി സ്വന്തം നിലയ്ക്ക് ഒന്നും സംസാരിക്കൂല. ഇൻ ഹുവ ഇല്ലാ വഹിയ്യു യൂഹ, റസൂലുള്ളാഹിക്ക് കിട്ടിയ വഹിയാണ്. ളുഹർ 4 റക്അത്താണ്, അസർ 4 റക്അത്താണ്, സുബൈ 2 റക്അത്താണ്, മഗ്രിബ് 3 റക്അത്താണ്, ഇശ 4 റക്അത്താണ്. ഇതൊക്കെ റസൂലുള്ളാഹിക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ഖുർആനിൽ നിന്ന് കിട്ടിയതാണ്. അല്ലാതെ വേറൊരു വഹി റസൂലുള്ളാഹിക്ക് വന്നിട്ടില്ല. നമ്മൾ തെരഞ്ഞ ഖുർആനിൽ ഇത് വല്ലതും ഉണ്ടോ? ഇത് മാത്രമല്ല, ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തെരഞ്ഞ ഖുർആനിൽ കാണൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദീന് എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് റസൂലുള്ളാഹിയിലൂടെ കിട്ടിയതിനാ പറയാ. ഖുർആൻ പരിഭാഷയിലൂടെ കിട്ടിയ ദീനല്ല. ദീൻ കിട്ടൂല. അതാണ് ഇവിടെ പഴവ്. അതാ വഹാബികളുടെ മതം. ആ മതമാണ് ഇവിടെ ഇസ്ലാമിനെ നശിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ, ആ ഖുർആൻ ആകണമെങ്കിൽ എന്ത് വേണം? നബിയിലൂടെ തന്നെ കിട്ടണം. അതിനാണ് ദീന് എന്ന് പറയാം. ഇമാമുകൾ രേഖപ്പെടുത്തുകയാണ് ആ ദീനോ. ദീന് എന്ന് പറഞ്ഞാൽ എന്താ? മാ ശറഹുല്ലാഹു തആല അലാ ലിസാനി നബിയിഹി മിനൽ അഹ്കാമി. ദീന് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ അല്ലാഹു തആല നൽകിയ വിശദീകരണത്തിനാണ്, ഹുക്കുമുകൾക്കാണ് ദീന് എന്ന് പറയാം. ആരുടെ നാവിലൂടെ? റസൂലുള്ളാഹിന്റെ നാവിലൂടെ കിട്ടണം. ഖുർആൻ പരിഭാഷയിലൂടെ കിട്ടിയ ദീനാവൂല. അല്ലാന്റെ റസൂലിനെ ഖുർആൻ തിരിയൂ. നുബുവത്തിന്റെ വെളിച്ചമുള്ളവർക്ക് ഖുർആൻ മനസ്സിലാകൂ. നുബുവത്തിന്റെ വെളിച്ചമില്ലാത്തവർക്ക് ഖുർആൻ തിരിയൂല. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഈസാ നബി ഖിയാമത്ത് നാളിൽ ഈസാ നബി വന്നാൽ ഷാഫിയോ അനഫിയോ അമ്പലിയോ മാലിക്കിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ 4ലും കൂടേണ്ട ഗതികേടായിരിക്കില്ല. ഈസാ നബിക്കില്ല. കാരണം മൂപ്പര് നബിയാണ്, നുബുവത്തുള്ള ആളാണ്. മൂപ്പർക്ക് ഖുർആൻ കിട്ടിയ മതി. ബാക്കിയൊക്കെ മൂപ്പർക്ക് നുബുവത്തിന്റെ വെളിച്ചം കൊണ്ട് കിട്ടും. ഞമ്മക്ക് ആ വെളിച്ചല്ല. ആ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഖുർആൻ കിട്ടിയ യുളില്ലു ബിഹി കസീറ, അതാ അർത്ഥം വെച്ച് പഴിക്കല്ലാതെ അവൻ നന്നാവൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ദീന് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ നാവിലൂടെ കിട്ടണം. വയുസമ്മ ഐലൻ മില്ലത്തൻ, ഇതിന് തന്നെയാണ് മില്ലത്തുൽ ഇസ്ലാം എന്ന് പറയാ. വശറഅൻ വശരീഅത്തൻ, ശരീഅത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഷറഅ എന്ന് പറഞ്ഞു ഇതാണ്. എന്ത്? ഖുർആനോ ഖുർആൻ പരിഭാഷയോ അല്ല. റസൂലുള്ളാഹിന്റെ നാവിലൂടെ വന്ന ഹുക്കുമുകൾക്കാണ്, വിധിവിലക്കുകൾക്കാണ് എന്ത് പറയാ? ദീന്, ശരീഅത്ത്, ഷറഅ, മില്ലത്ത് എന്നൊക്കെ പറയുക. തുഹ്ഫത്തുൽ മുരീദിന്റെ 11ാമത്തെ പേജിലുള്ള ഉദ്ധരണിയാണ് ഞാനിവിടെ വായിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ പരിഭാഷയല്ല ദീന്. ഇപ്പൊ വഹാബി മൗദൂദികൾ ഇറക്കിയിട്ട് ഖുർആൻ പരിഭാഷയൊക്കെ ഇറക്കി നോക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഖുർആൻ പരിഭാഷ ഇറക്കണ പരിപാടിയാണ്. ഓരോരുത്തരും സുന്നി മൗലവിമാരടക്കം. പണ്ട് ഇ കെ അബൂബക്കർ മുസ്ലിയാർ അത് കുഫറാണ്,
അത് ഹറാമാണ് എന്ന് വ്യക്തമായി പറയുകയും സുന്നി വോയിസിലൂടെ നിരന്തരമായി ലേഖനം എഴുതുകയും ചെയ്തു. മൂപ്പരുടെ ശിഷ്യന്മാരപ്പോൾ ഇത് മുഴുവൻ ഇറക്കണവർ. ഖുർആൻ പരിഭാഷ ഇറക്കി പൈസ ഉണ്ടാക്കുന്നവരൊക്കെ മൂപ്പരുടെ ശിഷ്യന്മാർ. ഏതാവട്ടെ, ഒരു പരിഭാഷ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉംറയ്ക്ക് പോയവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പരിഭാഷ ഉണ്ട് മക്കത്തുനിന്ന്, അല്ലേ? മക്കത്തുനിന്ന് കൊടുക്കും ഒരു ഫ്രീ പരിഭാഷ, മലയാളം ഖുർആൻ പരിഭാഷ. ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞ ആളാ അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ആ പരിഭാഷയിൽ നിന്ന് ഞാൻ വായിക്കാം ഒരു പോയിന്റ്, ഒറ്റ വാക്ക് ഞാൻ വായിക്കട്ടെ. ശവം, രക്തം, പന്നി മാംസം, അല്ലാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇത് മാത്രമേ ഹറാമുള്ളൂ, ബാക്കി ഒക്കെ തിന്നാം. മനസ്സിലായില്ലേ? അതിന്റെ ഇതൊക്കെ എല്ലാ വീട്ടിലുള്ള സാധനം ഈ ഖുർആൻ പരിഭാഷ പറഞ്ഞത്. ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദിന്റെ പരിഭാഷ വെറുതെ കിട്ടുന്ന സാധനം. അതുകൊണ്ട് ഞാൻ പറയുന്നു, പൈസ ഒന്നും കൊടുക്കാതെ ഫ്രീ കിട്ടും. സൗദി ഗവൺമെന്റ് അവരുടെ ചെലവിൽ പ്രസിദ്ധീകരിച്ചിട്ട് കേരളത്തിലടക്കം വിതരണം ചെയ്യുന്നുണ്ട്. ആ പരിഭാഷയിലാണ് ഈ പറയുന്നത്. അപ്പൊ പന്നി, ശവം തിന്നാൻ പറ്റൂല. അപ്പൊ ആന അർക്കാണെങ്കിൽ തിന്നാം. അങ്ങനെ കടുവ, പുലി, ചെന്നായ, പട്ടി, നായ, ഇതിനൊക്കെ എന്ത് ചെയ്യണം? ശവമായ തിന്നാൻ പാടില്ല. ബിസ്മി അല്ലേ അർത്താ തിന്നാം. ശവം, രക്തം, പന്നി മാംസം, പന്നിനെ തിന്നാൻ പാടില്ല. ബിസ്മി അല്ലേ അർത്താലും തിന്നാൻ പറ്റൂല. അല്ലാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത്. മനസ്സിലായി ഈ വാക്കിന്? ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥമൊന്നും അല്ലാതെ ഇവർ ചിലത് ഉദ്ദേശിക്കുന്നുണ്ട്. ബദരീങ്ങളുടെ പേരിൽ അർത്ഥത്, മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ അർത്ഥത്. അർക്കുമ്പോ ബിസ്മി അല്ലിയിട്ട് കാര്യമൊന്നുമില്ല. പ്രഖ്യാപിക്കപ്പെട്ടത്, ബദരീങ്ങളുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടത്, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുണ്ടാക്കിയിട്ട് അതൊക്കെ ഹറാമാകും എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത്. ഖുർആൻ ആ ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷ പേജ് 55 പേജ് 399 ഈ വാക്കുകൾ. മനസ്സിലായോ? അപ്പൊ ഇതല്ലാത്തത് എന്തും തിന്നാം. അതാണ് ഉമർ മൗലവിയുടെ, മുജാഹിദ് സ്ഥാപക നേതാവ് ഉമർ മൗലവിയുടെ പുന്നാരമോൻ ബഷീർ മാഷ് തിരൂർക്കാട്, ആളപ്പളം ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഹിന്ദു സന്യാസിയായിട്ടാണ് ജീവിക്കണത്. മൂപ്പര് പണ്ട് മുജാഹിദായിരുന്ന കാലത്ത് ചേരനെ തല മുറിച്ച് കളഞ്ഞിട്ട് റോഡ് സൈഡിൽ വെച്ചിട്ട് ചേര കറി വെച്ചു. ചേരപ്പാമ്പിനെ, ചേരനെ കൊന്നിട്ട് കറി വെച്ചിട്ട് പരസ്യമായിട്ട് തിന്നു. അപ്പൊ നമ്മളെന്തോ സുന്നി മൗലവിമാർ ഇതൊക്കെ ഹറാമാക്കിയാണ്, അള്ള ഇതൊക്കെ ഹലാലാക്കി കൊടുത്തതാണെന്നുള്ളിടത്തോളം അവര് പറയുന്നേട്ടാൽ ഇതൊക്കെ ഇപ്പൊ നമ്മളായിട്ട് ഹറാമാക്കിയതാ. അപ്പൊ ഖുർആൻ പരിഭാഷ നോക്കിയാൽ യുദില്ലു ബിഹി കസീറ, ഖുർആൻ കൊണ്ട് ഒരുപാട് ആള് പഴിക്കും. ആ പഴിക്കുന്നതിൽ പെട്ടതാ വഹാബിയത്ത്. അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസത്തിലും അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, ഒരു കയ്യിൽ ആകാശം, മറ്റേ കയ്യിൽ ഭൂമി താങ്ങിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പാവം എന്ന് പറയുന്ന ആ വിശ്വാസമൊക്കെ ഇവർക്ക് കിട്ടിയത് അവിടുന്ന് ഈ ഖുർആൻ പരിഭാഷയിൽ നിന്ന് കിട്ടിയ വിവര. പൂർവികരായ ഇമാമിങ്ങളൊന്നും പറഞ്ഞല്ല, ഈ ചൈത്താന്മാർക്ക് കിട്ടിയതാ. അതുകൊണ്ട് ഖുർആൻ പരിഭാഷ എന്ന മുസീബത്ത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കിയ ഒരു മുസീബത്താണ്. ആരാത് ചെയ്തത്? ആരാദ്യം ഖുർആൻ പരിഭാഷ ഇറക്കിയത്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാ. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഖുർആൻ പരിഭാഷ ഇറക്കണം, അത് ചേട്ടന്മാർക്ക് അറിയാം. അതുകൊണ്ട് മിഷണറിമാര്, അതായത് ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ പല നാടുകളിൽ വന്നവരൊക്കെ ആ നാട്ടിലെ ഭാഷയിൽ ഖുർആൻ പരിഭാഷ ഇറക്കി. കാരണം മുസ്ലിം പണ്ഡിതന്മാർക്ക് അറിയത് ഹറാമാണ്. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് പരിഭാഷയ്ക്ക് വഴങ്ങൂല, ഇത് പരിഭാഷയിൽ ഒത്തുകിട്ടൂല, എങ്ങനെ പരിഭാഷപ്പെടുത്തിയാലും അബദ്ധം വരും, അള്ളാഹിന്റെ ഉദ്ദേശം നമുക്ക് അതുകൊണ്ട് തിരിയൂല എന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരാരും ആ പണിക്ക് നിന്നില്ല. അപ്പൊ ഇവര് പറയുന്നത് ഈ വഹാബി മതപ്രകാരം ഇതൊക്കെ എങ്ങനെയാ. പിന്നെ ഹദീസിൽ ഉണ്ടായിട്ടും കാര്യമില്ല. ഖുർആൻ 1-ാം പ്രമാണമാണ്. ഖുർആനിനെതിരിൽ ഹദീസിൽ കണ്ട ഹദീസ് തള്ളി ഖുർആൻ പിടിക്കണം. അപ്പൊ ഇനി പുലിനെയോ നരിനെയോ കടുവനെയോ നായിനെയോ തിന്നാൻ പറ്റൂല എന്ന് ഹദീസിൽ കണ്ടാല് എന്ത് ചെയ്യണം? അത് സ്വീകരിക്കാൻ പറ്റൂല. അത് 1-ാം പ്രമാണത്തിനെതിരാണ്. 1-ാം പ്രമാണമായ ഖുർആനിനെതിരിൽ 2-ാം പ്രമാണമായ ഹദീസ് വന്നാൽ ഹദീസ് തള്ളിയിട്ട് ഖുർആൻ പിടിക്കണം. മനസ്സിലാണ്ടോ? ഇതാണ് ഇവരുടെ മദ്ഹബ്. അവർ പല പ്രാവശ്യം എഴുതിയതാ. ഇതൊക്കെ അവരുടെ മാസികകളിൽ എഴുതിയതാ. നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ ഇസ്ലാമിനെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നശിപ്പിക്കപ്പെടുകയാണ്. ഇവിടെയാണ് നമ്മൾ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ
ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് ഈ റമദാൻ എന്ന് പറയുമ്പോൾ ആ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. അത് ഖുർആൻ പരിഭാഷയിലൂടെയല്ല. ഖുർആൻ എന്ന് പറയുന്നത് പ്രമാണമാകുന്നത് ആർക്കാ? റസൂലുള്ളാഹി തങ്ങൾക്കും മുജ്തഹിദുകളായ പണ്ഡിതന്മാർക്കുമാണ്. അല്ലാത്തവർക്ക് ഖുർആൻ കൊണ്ട് തർക്കിക്കാൻ പറ്റൂല. ഇത് ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ള പറഞ്ഞതാ. ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടിന്റെ പുറത്ത് കുറെ സഹാബാക്കൾ തർക്കിക്കുകയാണ്. ഖുർആനിൽ അള്ളാഹ് അവിടെ അങ്ങനെയല്ലേ പറഞ്ഞ് ഒരാള്, അപ്പൊ മറ്റേ ആൾ ഇവിടെ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കണത്, എന്നൊരാൾ അപ്പുറത്ത് ഇങ്ങനെയല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ വെച്ചിട്ട് തർക്കിക്കുന്നു കുറെ ആളുകൾ, സഹാബാക്കൾ. അള്ളാന്റെ റസൂല് ദേഷ്യം വന്നിട്ട് ഇങ്ങോട്ട് പൊട്ടിയിട്ട്, നമ്മളെ പോലത്തെ ജാഹിലികളല്ല, ആരാ തർക്കിക്കണത്, ആരാ ഖുർആൻ ഓതുന്നത്? സഹാബാക്കളാണ്. ഇത് കേട്ടിട്ട് റസൂലുള്ള വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ട് ദേഷ്യത്തോടുകൂടെ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, ബിഹാദാ ഉമിർത്തും, നിങ്ങളോട് ഇതാണോ കൽപ്പിക്കപ്പെട്ടത്? ഇതാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്? അള്ളാന്റെ റസൂല് ചോദിക്കാം, അംബിഹാദാ ബുഇസ്തും, ഇതിനാണോ നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്? ഖുർആൻ ആയത്ത് ഓതി കളിക്കാനാ നിങ്ങൾ? ഖുർആൻ കൊണ്ടാ നിങ്ങൾ തോന്നിയാസം പറയുന്നത്? ഈ മിസ്ലി ഹാദാ, ഇതുപോലത്തതിലാണ് ഒരായത്ത് ഓതുക, അതിലെതിൽ വേറെ ആയത്ത്, അപ്പൊ വേറെ ആയത്ത്, ഇങ്ങനെ ആയത്തോതി കളിക്കാനുള്ള ഖുർആൻ. നിങ്ങൾക്ക് ഇതുകൊണ്ടാണ് നിങ്ങൾ തോന്നിയാസം പറയണത്? ഇങ്ങനെയാണ് നിങ്ങൾ തർക്കിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇന്നമാ ഹലക്കത്തിൽ ഉമമു ഖബലക്കും ഫീ മിസ്ലി ഹാദാ, ഇതിന്റെ മുമ്പ് ഇവിടെ തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ ഇറക്കപ്പെട്ട വേദം നൽകപ്പെട്ടവരും ഏടുകൾ നൽകപ്പെട്ടവരൊക്കെ നശിച്ചത് ഇതേപോലെ വേദം ഓതി തർക്കിച്ചിട്ടാണ്. നിങ്ങൾക്ക് തർക്കിക്കാനുള്ളതല്ല വേദം, അത് എനിക്കാണ് തെളിവാകുക. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇ, പ്രവാചകന്മാർക്ക് തെളിവാകുന്ന പ്രമാണമാകുന്നതാണ് ആ ഖുർആൻ. അത് സമ്പൂർണമാണ്. ആർക്ക്? റസൂലുള്ളാഹി തങ്ങൾക്ക്. റസൂലുള്ളാഹി എല്ലാം അതിന്ന് പിടിച്ചതാ. ലോഹർ 4 റക്അത്ത് അതിന്ന് പിടിച്ചതാ. സുബൈ അസറൊക്കെ പിടിച്ചതാ അതിന്നാ. ഇനി എന്തൊക്കെ മസേല എന്തൊക്കെ ദീനുണ്ടോ അത് മുഴുവൻ റസൂലുള്ള ഖുർആൻ എന്ന് പിടിച്ചതാ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങൾ ഖുർആൻ നോക്കാൻ നിൽക്കണ്ട, ഖുർആൻ പരിഭാഷ വായിക്കണ്ട, ഖുർആൻ അല്ല നിങ്ങൾക്ക് പ്രമാണം, അത് മുജ്തഹിദുകളും റസൂലുള്ളാഹി തങ്ങൾ നോക്കിക്കോളും. ഫൻദുറുല്ലദീ അമർതുക്കും ബിഹി ഫഅമലൂ ബിഹി, ഞാൻ നിങ്ങളോട് എന്താണ് കൽപ്പിച്ചത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ എന്താണ് കൽപ്പിച്ചത് അത് നിങ്ങൾ നോക്കുക. ഫഅമലൂ ബിഹി, അത് നിങ്ങൾ പ്രവർത്തിക്കുക. വൻദുറുല്ലദീന ഹൈതുക്കും അൻഹു, ഞാൻ എന്താണ് നിരോധിച്ചത് എന്ന് നിങ്ങൾ നോക്കുക. ഫന്തഹു അൻഹു, അത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഖുർആനിൽ ഈ 4 മാത്രമേ ഹറാമാക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ തിന്നാന്നും പറഞ്ഞിട്ട് പട്ടിണിയും പെരിച്ചായിനെയും പാമ്പിനെയും അതേപോലെ ആനനെയും കടുവനെയും പുലിനെയും ഒക്കെ നിങ്ങൾ തിന്നാൻ നിൽക്കണ്ട. അതൊക്കെ നിരോധിച്ചോ നിരോധിച്ചില്ലോ എന്ന് പറയേണ്ട ആളാരാണ്? റസൂലുള്ളാഹിയാണ്, ഖുർആൻ പരിഭാഷയല്ല. അത് നിങ്ങൾക്ക് അധികാരപ്പെട്ടതല്ല. ഇവിടെയാണ് വഹാബികൾ പഴിച്ചത്. ഇതാണ് ഇന്നിലോ വഹാബികൾ മാത്രമല്ല അത് കണ്ടിട്ട് എപിക്കാരും ഈക്കക്കാരൊക്കെ ഖുർആൻ പരിഭാഷന്റെ പിന്നാലെയപ്പോ എല്ലാവരും ഖുർആൻ പരിഭാഷന്റെ പിന്നാലെയാണ്. ആ ഖുർആൻ പരിഭാഷ വാങ്ങി വെച്ചിട്ട് അത് നോക്കിയിട്ട് ആണ് ദീൻ പഠിക്കുന്നത്. പള്ളികളിൽ മുഴുവൻ ഖുർആൻ പരിഭാഷ കൊണ്ട് അറ്റിക്കിട്ടിരിക്കുകയാണ്. ഏത് പള്ളിയിൽ അതില്ലാത്തത്? നിങ്ങൾ പോയി നോക്കിക്കോളി. ഞാൻ നിൽക്കുന്ന പള്ളികളിൽ അനുവദിക്കാറില്ല. ഒരാള് കുറച്ച് പരിഭാഷ കൊണ്ട് തന്നു എൻ്റെ പള്ളി, ഞാൻ നിൽക്കുമ്പോൾ കണ്ണാടി പള്ളിയിൽ. ആ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാങ്ങി വെച്ചു. കാരണം ആൾക്ക് തിരിച്ചു കൊടുത്ത ആൾ വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ട് അവർ പഴിക്കൂലേ. ഞാൻ വാങ്ങി വെച്ചു. ഞാൻ വരുന്നവരതൊരു മനുഷ്യൻ കണ്ടിട്ടില്ല. അതിൻ്റെ കവർ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞതുപോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. നമ്മൾ വഴിക്കൊരാൾ പഴിക്കരുത്. ഇത് ഖുർആൻ പരിഭാഷ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാ എല്ലാം. ഇത് ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദിന്റെ പരിഭാഷ. നീ ബാക്കിയുള്ള ഒരു പരിഭാഷപ്പെടുത്തി എന്താ കാട്ടുക? ഞാൻ കൂടി ആലോചിക്കണം. നീ കേവിന്റെ പരിഭാഷയോ അല്ലെങ്കിൽ മുസ്തഫ ഫൈസിന്റെ പരിഭാഷയോ? പരിഭാഷ എന്നുള്ള ഖുർആനാണ് അതൊക്കെ. ഇത് ബടമർഗ് പറഞ്ഞില്ലേ, ഞാൻ CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ ഞാൻ വായിച്ചു. പരിഭാഷ എന്നില്ല, അവർക്ക് കിട്ടുമ്പോൾ അതാണ്. ഇപ്പൊ എൻ്റെ കയ്യിലുണ്ട് നിത്യചൈതന്യതിയുടെ ഖുർആൻ. അങ്ങനെ സ്വാമി നിത്യചൈതന്യതി കൊണ്ട് ഒരാളുണ്ടായിരുന്നു, അയാളുടെ ഖുർആൻ ഉണ്ട് എൻ്റെ കയ്യില്. അയാൾ എഴുതിയ ഖുർആൻ, ഓരോരുത്തർക്ക് തോന്നിയ ഖുർആൻ എന്നും പറഞ്ഞിട്ട് അവരത് എന്തൊക്കെയോ മനസ്സിലാക്കി എഴുതി വെക്കുന്നതാണ് ഇതൊക്കെ. ഇതൊക്കെ ഖുർആനാണോ? ഈ ഖുർആനാണ് മറ്റുള്ളവരെ പഴപ്പിക്കുന്നത്. ഇത് വായിച്ചിട്ട് നന്നാവും വിചാരിച്ച് നടക്കണം ലോക പൊട്ടനല്ലേ? അത് ദീനല്ല,
അത് പഴവാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ പരിശോധിക്കുക. അഖ്വാലുഹു വ അഫ്ആലുഹു വ തക്രീറാത്തുഹു. അള്ളാന്റെ റസൂല് പറഞ്ഞതും അള്ളാന്റെ റസൂല് പ്രവർത്തിച്ചതും അള്ളാന്റെ റസൂൽ അനുവദിച്ചതുമായ കാര്യങ്ങളൊക്കെ അതാണ് ദീന് എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഖുർആൻ പരിഭാഷയല്ല. ഖുർആൻ പരിഭാഷയിൽ നിന്ന് ദീന് കിട്ടൂല. റസൂലുള്ളാഹിന്റെ നാവിലൂടെയാണ് ദീന് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ നമുക്ക് അല്ലാഹു തആല നൽകുന്ന പുണ്യം എന്താ? നമുക്ക് ഖുർആൻ കൊണ്ട് കിട്ടേണ്ട പുണ്യം അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതീ നോക്കിയിട്ട് ളുഹർ എത്ര റക്കാത്താ നോക്കി, സുബൈ എത്ര റക്കാത്താ നോക്കിക്കോളി. അല്ലെങ്കിൽ ചേരിയും അല്ലെങ്കിൽ ആനയും കടുവയും ഇതൊക്കെ ഹറാമാണോ എന്ന് ഖുർആൻ നോക്കി പഠിച്ചോളി എന്നല്ല. അല്ലാഹു തആല നമ്മളോട് പറയുന്നത് യഥാർത്ഥ മുഅ്മിനുകൾ ആരാ? അല്ലദീന, ഒരു കൂട്ടരാണ് മുഅ്മിനീങ്ങൾ. ആതൈനാഹുമുൽ കിതാബ, അല്ലാഹു തആല അവർക്ക് ഖുർആൻ നൽകിയിരിക്കുന്നു, വേദം നൽകിയിരിക്കുന്നു. അവർ യത്ലൂനഹു, അതിനെ ഓതും. അങ്ങനെ ഓതും. എന്താ ഓതുക പറഞ്ഞാല്? പത്രം ഞാൻ രാവിലെ ഓതി എന്നാരെങ്കിലും പറയാറുണ്ടോ? ഞാൻ രാവിലെ പത്രം ഓതി എന്നാരും പറയില്ല. പിന്നെന്താ പറയാ? പത്രം വായിച്ചു. ഖുർആൻ വായിച്ചു എന്നല്ല പറയേണ്ടത്. ഖുർആൻ യത്ലൂന, ഓതുക തന്നെ അവിടെ പറയുന്നത്. ഓതുക എന്താ അത് കൂലി കിട്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങനെയാ പണ്ട് കാലം മുതലേ. വായിച്ചാൽ കൂലി കിട്ടുന്നതൊക്കെ ഓതലാണ്, കൂലി കിട്ടാത്തതൊക്കെ എന്താണ്? വായനയാണ്. കൂലി കിട്ടുന്നതാണിത്. ലഫ്ള് തഅബ്ബുദിയാണ്. ഖുർആൻ തന്നെ പറയാ, നിങ്ങൾ ഓതുക. ഹക്ക തിലാവത്തിഹി, ഓതേണ്ട വിധത്തിൽ സൂക്ഷ്മതയോടുകൂടെ നിങ്ങൾ ഖുർആൻ ഓതുക. ഉലൈക യുഅ്മിനൂന ബിഹി, അവരാണ് ഖുർആൻ വിശ്വസിക്കുന്നവര്. അപ്പൊ പരിഭാഷ വായിക്കുന്നവരല്ല മുഅ്മിനീങ്ങള്. പിന്നെ ആരാണ് മുഅ്മിനീങ്ങള്? ഖുർആൻ ഓതുന്നവരാണ് മുഅ്മിനീങ്ങള്. ഖുർആൻ ഓതണം, അർത്ഥം അറിയണ്ട. അർത്ഥം അറിഞ്ഞിട്ട് ഓതേണ്ടതൊന്നും അല്ല ഖുർആന്. അതിന്റെ ലഫ്ളാണ് പ്രശ്നം. ആ ലഫ്ള് തഅബ്ബുദിയാണ്. അല്ല പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ ആവണം. മനസ്സിലാവുണ്ടോ? അതിനൊരു മാറ്റവും വരുത്താൻ പാടില്ല. ഖുർആൻ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളത് നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഖുർആൻ. ഒരേ വാക്ക് ഖുർആനിൽ പല സ്ഥലത്തും പല രൂപത്തിലാണ് വരിക. ഇപ്പൊ യൗമ ഇതിൻ എന്ന വാക്കുണ്ട് അല്ലേ? യൗമ ഇതിന് ഖുർആനിൽ 10-16 സ്ഥലത്തുണ്ട്. 2 സ്ഥലത്ത് യൗമി ഇതിനുണ്ട്. അവിടെ മീമിന് കസർ ചെയ്യണം 2 സ്ഥലത്ത്. അർത്ഥമൊക്കെ ഒരേ അർത്ഥം തന്നെ, ഒരേ വാക്കാണ്. അല്ല അവിടെ അങ്ങനെ വെച്ചിരിക്കണത്. അവിടെ നമ്മളവിടെ അങ്ങനെ ഓതണം. ഇത് അറബി ഭാഷയാണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തതിന് വല്ലതും കാട്ടാൻ പറ്റുമോ? സൂറത്തുൽ ഫത്ഹിൽ കാണാ അലൈഹുല്ലാഹു, ജാറ് മർഫൂ എന്ന് അതിന് പറയാ. ജാറ് മർഫൂ ഉണ്ട് ഖുർആനില്. അലൈഹി എന്നാണ് എല്ലോടെ ഉണ്ടാകുക. പക്ഷെ അവിടെ അലൈഹുല്ലാഹു എന്നുണ്ട്. അവിടെ അങ്ങനെ തന്നെ ഓതണം. അപ്പൊ ഇത് ലഫ്ളാണ്. ആ ലഫ്ള് അതേപോലെ പിന്തുടരപ്പെടണം. ആ വാക്കുകൾ അതേപോലെ ഉച്ചരിക്കപ്പെടണം. അതാണ് പുണ്യകർമ്മം. അതിനാണ് ഖുർആൻ ഓതുക എന്ന് പറയുന്നത്. പിന്നെ ഖുർആനിൽ ഈ പറയുന്ന രൂപത്തിലാണ് അർത്ഥം. ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആർക്കെങ്കിലും വല്ല കാര്യമുണ്ടോ? സാങ്കേതിക വാക്കുകൾക്ക് അർത്ഥം കിട്ടൂല. സാങ്കേതിക വാക്കുകൾ. ഒരു ജമാഅത്തുകാരനുണ്ടായിരുന്നു, മൊഹീദ്ദീൻ ആലുവായി പറഞ്ഞൊരു പണ്ഡിതനുണ്ടായിരുന്നു. അയാൾ ഒരിക്കൽ തുറന്നെ പറഞ്ഞു, വയസ്സുകാലത്ത് അയാൾ മരിച്ചുപോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാൾ തുറന്നെ പറഞ്ഞു, ഇസ്ലാമിലെ സാങ്കേതിക പദങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോയതാണ് സമുദായത്തിൽ അനൈക്യമുണ്ടാവാൻ കാരണമായത്. മനസ്സിലായില്ലേ? സാങ്കേതിക പദങ്ങൾ, ആ വാക്കുകളുടെ സാങ്കേതിക അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം, നല്ല കഴിവ് വേണം. ഇസ്ലാമിന്റെ നിയമങ്ങളെപ്പറ്റി അടിസ്ഥാനപരമായ ഉസൂലുൽ ഫിഖ്ഹിലും മറ്റും നല്ല കഴിവുണ്ടാകണം. അതില്ലാത്ത ഓരോ 2-3 വാക്കോ അറബി വാക്ക് പഠിച്ചിട്ട് എല്ലാവരും ഖുർആൻ പരിഭാഷപ്പെടുത്താൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ ആയത് എന്ന് അയാൾ പറഞ്ഞതാണ് സത്യം. അതന്നെ സംഭവിച്ചത്. വിവരമില്ലെന്ന് പോലും വിവരമില്ലാത്ത പടുവിഡ്ഢികളാണ് ഇസ്ലാം പ്രസംഗിക്കുന്നത്. അവരാണ് ഇസ്ലാമിന്റെ വാക്താക്കളായി അറിയപ്പെടുന്നത്. അവരാണ് ഫത്വ പറയുന്നത്. അവരാണ് ടിവിയിലും മറ്റൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവര് പറയുന്നതൊക്കെ ഇസ്ലാമിന്റെ നിയമമാണെന്ന് നമ്മളങ്ങ് അംഗീകരിച്ചോളണം. ഇതാണ് ഇന്നത്തെ ലോകം. എഴുതുമില്ല, അല്ല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഓതുക. ഖുർആൻ ഓതാനുള്ളതാണ്. എത്ര വലിപ്പം പറഞ്ഞാൽ തീരൂല. റസൂലുള്ളാഹി തങ്ങൾ തബൂക്കിലായിരുന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു,
ഇഷഹദ് ജനാസത്ത മുആവിയത്തബ്നു മുആവിയത്തൽ മുസ്നി. മുആവിയത്തബ്നു മുആവിയത്തൽ മുസ്നി മരിച്ചിട്ടുണ്ട്. മൂപ്പരുടെ ജനാസ നമസ്കരണത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. ആരാ പറയണത്? ജിബ്രീൽ വന്ന് പറയാ റസൂലുള്ളാഹിനോട്. സഹാബിയ മരിച്ചിരിക്കണത്, പങ്കെടുക്കാൻ ക്ഷണിക്കുന്നത് ആരാണ്? ജിബ്രീലാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെന്നു. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ ജിബ്രീൽ ഒറ്റക്കല്ല, 70,000 മലക്കുകളുണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ. 70,000 പരിശുദ്ധന്മാരായ മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുക മുആവിയത്ത് ഇബ്നു മുആവിയത്തുൽ മുസ്നി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ. അള്ളാഹിന്റെ റസൂൽ ഇമാമായി, ജിബ്രീൽ പിന്നിൽ നിന്നു, സ്വഹാബാക്കൾ നിന്നു, 70,000 മലക്കുകൾ പിന്നിൽ മാമൂമായിട്ട് മയ്യത്ത് നിസ്കരിച്ചു. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ല ജിബ്രീലെ, ഈ മുആവിയത്ത് ഇബ്നു മുആവിയത്തുൽ മുസ്നി എന്റെ ശിഷ്യനാണല്ലോ, എന്റെ ഒപ്പം നിസ്കരിക്കുന്ന ആളാണല്ലോ, ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ, എങ്ങനെ ഇയാൾ ഈ പദവിയിലേക്ക് എത്തിയത്? എന്ത് പുണ്യം ഇയാൾ ചെയ്തത്? റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം നവവി, സഹീഹ് മാത്രം ഉദ്ധരിക്കുന്ന നവവി, അദ്ദേഹത്തിന്റെ അദ്കാറിന്റെ 266 പേജിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്ത് പുണ്യം ചെയ്തിട്ടാണ് മുആവിയത്ത് ഇബ്നു മുആവിയത്തുൽ മുസ്നി ഈ പദവിയിലേക്ക് എത്തിയത്? അള്ളാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും വാഹനപ്പുറത്ത് യാത്ര ചെയ്യുമ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് മൂപ്പർ ഓതാറുണ്ടായിരുന്നു. എത്ര എളുപ്പമുള്ള കാര്യം! നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എത്ര എളുപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ട് ഇവിടെ എത്തുന്നവരെ ഖുൽ ഹുവല്ലാഹു അഹദ് ഞാൻ ഓതിയിട്ടുണ്ട്. നല്ല ചെലവുണ്ടാവും. ഏതായാലും ബൈക്കിൽ ഇങ്ങനെ പോകല്ലേ, അപ്പൊ ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ നടക്കാലേ നമുക്ക്. അപ്പൊ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും പറ്റുന്ന ഒന്നാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് അറിയാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ലല്ലോ. ആ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വാഹനപ്പുറത്തും ഒക്കെ ഓതിയതിന്റെ ഫലമായിട്ടാണ് ഈ പദവിയിലേക്ക് മഹാനവറുകൾ എത്തിയത് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തിയത്. റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ പറയുന്നത് ബൈഹഖി അബി ഉമാമത്തിൽ ബാഹിലി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഞാൻ ചുരുക്കട്ടെ. അപ്പൊ ഖുർആൻ ഓതിയിട്ട് നമുക്ക് സ്വർഗം നേടാം, പരിഭാഷ വായിച്ച് നരകവും നേടാം. ഏതാ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദിനെ പോലത്തെ ആൾക്കാരുടെ ഖുർആൻ പരിഭാഷ വായിച്ചാൽ നരകത്തിലേക്കുള്ള വഴി എളുപ്പമായി കിട്ടും, അല്ലേ? അള്ളാന്റെ റസൂലിലൂടെ നമുക്ക് കിട്ടിയ ആ ഖുർആൻ അങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കിട്ടും. അള്ളാഹു തആല നമ്മളെയൊക്കെ സ്വർഗാവകാശികളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സലാം.